എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനിവിടെ കുറച്ച് കാഷ്യൂസ് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂസ് എല്ലാം ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് ഒന്ന് ഫ്രൈ ആവാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നാളികേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ആ നാളികേരത്തിൻ്റെ നനവൊക്കെ പോയിട്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഈ നാളികേരം എല്ലാം ഒന്ന് ഫ്രൈ ആവാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ് കേട്ടോ. ഞാനപ്പോൾ 1 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ള അവലാണ്. നിങ്ങൾക്ക് ചുവന്ന അവൽ കിട്ടാന്ന് വെച്ചാൽ അതായാലും എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതോടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തു. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമുക്ക് കഴിക്കാൻ എളുപ്പം അതായിരിക്കും. ഇനി ഈ പഴം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നെയ്യിൽ പഴവും ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഷുഗർ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ശർക്കരയിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ശർക്കര ചേർത്തുന്നേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ശർക്കരയെല്ലാം ഒന്ന് മെൽറ്റായിട്ട് വരുന്നവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ കുറച്ച് നേരം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ട ശർക്കരയെല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഏലക്ക ഇതുപോലെ ഒന്ന് വിടർത്തി എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇതേപോലെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ ബാറ്റർ ഇതേപോലെ ഇങ്ങനെ ലൂസായിട്ടുള്ള ബാറ്റർ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്റർ ആണെങ്കിൽ നമ്മളിത് റെഡിയാക്കി എടുക്കുമ്പോൾ ആ ഷീറ്റിനും ചെറുതായിട്ടൊന്ന് കനം കൂടും. അപ്പോൾ നമുക്ക് വളരെ തിന്നായിട്ടുള്ള ഒരു ഷീറ്റ് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ലൂസാക്കിയിട്ട് റെഡിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് പതുക്കെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്താലും നമുക്ക് കട്ടയൊന്നുമില്ലാതെ തന്നെ നല്ല ബാറ്റർ ആക്കിയിട്ട് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൂസിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഷീറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്നും പാൻ ചൂടാക്കി എടുക്കരുത് ട്ടോ. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണ നെയ്യൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് തന്നെ ഈ ചൂടായിട്ട് വരുമ്പോൾ ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ.
ഇപ്പോൾ കണ്ടോ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമ്മൾ ഒരുപാട് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേപോലെ ഇങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഷീറ്റ് റെഡിയാക്കിയിട്ട് മാറ്റി വെക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിന് വീതം ഒന്നായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ എല്ലാം കൂടെ ഒട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഓരോന്ന് റെഡിയാക്കി എടുക്കുമ്പോഴും അപ്പോൾ തന്നെ നമ്മൾ ഫില്ലിങ് അതിൽ നിറച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. ചെറുതായിട്ട് ഷീറ്റിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായില്ലേ പഴത്തിൻ്റെ അവലിൻ്റെയൊക്കെ ആ മിക്സ്, അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 4 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മടക്കുന്ന ഈ ഒരു ജോയിന്റ് ഇല്ലേ, ഇവിടെ നമുക്ക് കുറച്ച് മാവ് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവില്ലേ, അതിൽ നിന്ന് തന്നെ കുറച്ച് മാവ് എടുത്തിട്ട് ബ്രഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ജോയിൻ്റ് ആയിട്ട് കിട്ടും. കണ്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അടുത്ത ഷീറ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ഓരോന്നായിട്ട് വേണം കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഷീറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഫില്ലിങ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഷീറ്റ് റെഡിയാക്കി വെച്ച് ഒരുമിച്ച് വെക്കണമെങ്കിൽ എല്ലാം ചിലപ്പോൾ ഒട്ടിപ്പോവും, മൈദയല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ ഓരോന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. കണ്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലും ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇതും ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഷീറ്റ് റെഡിയാക്കി അതിൽ ഫില്ലിങ് വെച്ചിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ മടക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചുള്ള സ്നാക്കില്ലേ, ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് സമയം നമ്മളിങ്ങനെ ചെയ്തെടുക്കണ്ട കേട്ടോ. 2 സൈഡും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നാൽ മതി. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് എടുക്കാം. കണ്ടോ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇതിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പുറമേ കുറച്ച് ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.